പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. രണ്ട് കരമുയർത്തി സ്തുതിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായി സ്തുതിക്കാം. യേശുവേ മഹത്വം, ദൈവമേ മഹത്വം, മഹത്വം. കർത്താവേ സ്തോത്രം. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പൂർവാധികം ശക്തിയോടെ ഹൃദയം തുറന്ന് ഹല്ലേലൂയ, മറ്റാരെയും ശ്രദ്ധിക്കാതെ കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് അവന്റെ കരങ്ങളിലേക്ക്, അവൻ നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് സ്വരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടമുടയാതെ ആരും കേൾക്കുന്നുണ്ടോ ചിന്തിക്കുന്നുണ്ടോ എന്നറിയാതെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മളെ എല്ലാവരും ബഹുമാനിക്കണമെന്നുള്ളത് നമ്മളുടെ ഒരു ആഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ ആരും ബഹുമാനിക്കണ്ട എന്ന് ചിന്തിക്കുന്നവര് നമ്മുടെ കൂടെ ആരും തന്നെ ഉണ്ടാകുകയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ആർക്കാണ് ബഹുമാനം അർഹിക്കുന്നത്? പ്രഭാഷകന്റെ പുസ്തകം 10:19 പറയുന്നു, മനുഷ്യവർഗമാണ് ബഹുമാനം അർഹിക്കുന്നത്. എന്നാൽ ആർക്കാണ് ബഹുമാനം ലഭിക്കാത്തത്? മനുഷ്യവർഗത്തിന് തന്നെ. കാരണം അവർക്ക് ദൈവഭക്തിയില്ല. ദൈവഭക്തിയുള്ളവർക്കാണ് ദൈവത്തിൽ നിന്നും ബഹുമാനം ലഭിക്കുക. സഹോദര തലവന്മാരെ സഹോദരങ്ങളെ ബഹുമാനിക്കും. ജ്യേഷ്ഠാനിയന്മാരെ ഉള്ള കുടുംബങ്ങളില് ജ്യേഷ്ഠനെ അനിയന്മാരെല്ലാം ബഹുമാനിക്കും. മാതാവിനെയും പിതാവിനെയും മക്കള് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. നമ്മള് മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിൽ ബഹുദൂരം മുന്നിലാണെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കും. എന്നാൽ ചിലപ്പോൾ അങ്ങനെയാകണമെന്നില്ല. മറ്റുള്ളവരെല്ലാവരും നമ്മളെ ബഹുമാനിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക. ഈ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കാൻ പലപ്പോഴും നമുക്ക് വിമുഖതയാണ്. പല ഭവനങ്ങളിലും പല തർക്കങ്ങൾക്കും വഴക്കിനും കാരണം, പ്രത്യേകിച്ചും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്കിന് കാരണം, അവള് എന്നെ ബഹുമാനിച്ചില്ല. ഭർത്താവ് പറയും, ഭർത്താവിനോട് ഭാര്യ പറയും, നിങ്ങൾക്ക് അല്പമെങ്കിലും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ എന്നെ മാനിക്കുമായിരുന്നു എന്ന്. അങ്ങനെ രാവും പകലും ഭാര്യയും ഭർത്താവും പരസ്പരം ബഹുമാനത്തിന് വേണ്ടി വഴക്ക് കൂടുന്നത് അവരുടെ മക്കൾ കണ്ടിട്ടുണ്ടാകും. വഴക്ക് കൂടുന്നവർക്ക് അവർക്ക് മനസ്സിലാകില്ല. ദേഷ്യം പിടിച്ച് സംസാരിക്കുന്നവർക്ക് പലപ്പോഴും അവരെന്താണ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല. അവരെ കണ്ടു നിൽക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാകും ഇവർക്കെന്തോ ഒരു കുറവുണ്ട്. പരസ്പരം ബഹുമാനം ആർജിക്കുന്നതിന് വേണ്ടി കുടുംബങ്ങളിലെ കലഹമുണ്ടാക്കുന്ന അനേക വ്യക്തികളെ നമ്മുടെ ചുറ്റുപാടും നമുക്ക് ദർശിക്കുവാൻ കഴിയും. ചിലപ്പോൾ അവരിൽ ഒരാള് ഞാനോ നിങ്ങളോ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബഹുമാനം മറ്റുള്ളവരിൽ നിന്നും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകുന്നു. എന്നാൽ പ്രഭാഷകന്റെ പുസ്തകത്തിൽ തന്നെ പറയുന്നു, യഥാർത്ഥത്തിൽ ദൈവം ബഹുമാനിക്കുന്നവൻ ആരാണ്? ദൈവത്തോട് ഭക്തിയുള്ളവനെയാണ് ദൈവം ബഹുമാനിക്കുക. അപ്പം മനുഷ്യരുടെ ബഹുമാനത്തെക്കാൾ കൂടുതൽ നമുക്കേറ്റവും ശ്രേഷ്ഠകരമായിരിക്കുന്നത് ദൈവം നമ്മളെ ബഹുമാനിക്കുമ്പോഴാണ്. യേശു പറഞ്ഞു, എന്റെ ശുശ്രൂഷകൻ ഞാനായിരിക്കുന്നിടത്ത് ആയിരിക്കും. ആ ശുശ്രൂഷകനെ എന്റെ പിതാവ് ബഹുമാനിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാനായിരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനുമായിരിക്കും. എന്റെ ശുശ്രൂഷകനെ ആര് ബഹുമാനിക്കും? എന്റെ പിതാവ് ബഹുമാനിക്കും, ചുറ്റുമുള്ളവരല്ല. സ്വർഗത്തിലെ പിതാവിന്റെ ബഹുമാനം ഏറ്റുവാങ്ങുവാൻ യേശുവിന്റെ ശുശ്രൂഷകനായി തീരുക എന്നുള്ളതാണ്. മാർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 35-36 വാക്യങ്ങളിൽ കാണാം. യേശുവിന്റെ ഉദാഹരണം പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിലും പറയുന്നുണ്ട്, ഒരു വിവാഹ വിരുന്നിന് നിങ്ങളെ ക്ഷണിക്കപ്പെട്ടാൽ നിങ്ങൾ പ്രമുഖ സ്ഥാനം തിരഞ്ഞെടുക്കരുത്. കാരണം കല്യാണത്തിന് നിങ്ങളെ വിളിച്ചവൻ തന്നെ ബഹുമാന്യനായ വേറൊരു വ്യക്തിയെ ക്ഷണിച്ചിട്ടുണ്ടാകും. അപ്പോൾ പ്രഥമ സ്ഥാനത്ത് കയറിയിരുന്ന
നമ്മളോട് വിവാഹ വിരുന്നിന്റെ വിളിച്ച ഉടമസ്ഥൻ വന്ന് പറയും, സ്നേഹിത, ഇവിടെ വേറൊരാൾ ഇരിക്കാനുണ്ട്, അതുകൊണ്ട് താങ്കൾ എഴുന്നേറ്റ് പുറകിലെ സീറ്റിൽ ഇരിക്കാവോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മളവിടെ അപഹാസ്യനാകും. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെ വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ട യജമാനന്റെ ഹിതമനുസരിച്ച് അവൻ വരുന്നവരെ കാത്തിരുന്ന് എന്നെ, ഞാൻ ഏറ്റവും താഴത്തെ നിരയിൽ നിൽക്കുമ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് ഏറ്റവും മുമ്പിലത്തെ നിരയിൽ ഇരുത്തുവാൻ വിവാഹ വിരുന്നിന് വിളിച്ച യജമാനൻ കടന്നു വരുന്നവരെ, അല്ലെങ്കിൽ അവന്റെ സ്വരം കേൾക്കുന്നവരെ കാത്തിരിക്കാൻ ക്ഷമയില്ലാതെ ചാടിക്കേറിയ പ്രകൃതം കൊണ്ടാണ് ആ വ്യക്തി പിന്തള്ളപ്പെട്ടു പോകുന്നത്. നമ്മുടെയൊക്കെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് തിടുക്കമാണ് എവിടെയും മുമ്പിലെത്തുവാൻ വേണ്ടി, എല്ലാവരുടെ ആദരവും ബഹുമാനവും ആർജിക്കുവാൻ വേണ്ടി നമ്മൾ തിടുക്കം കൂട്ടും. മറ്റൊരാളെ തള്ളി നീക്കിയിട്ട് ഏറ്റവും മുമ്പിൽ പോയി നിൽക്കുവാൻ നമ്മൾ ആഗ്രഹിക്കും. മാനുഷികമായി ഇങ്ങനെ നമ്മൾ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. ക്യൂവിൽ നിൽക്കുമ്പോൾ മറ്റുള്ളവരെ തള്ളി മാറ്റി ഏറ്റവും മുമ്പിലെത്തുന്ന പ്രകൃതം പലപ്പോഴും നമുക്കുണ്ട്. നമുക്ക് ക്യൂവിൽ നിന്ന് കാത്തിരിക്കാൻ മനസ്സിന് വ്യഗ്രത വളരെ കൂടുതൽ കുറവാണ്. കാത്തിരിക്കാൻ പറ്റുന്നില്ല, തിടുക്കം കൂടുതലാണ്. ഡോക്ടറെ കാണാൻ പോകുമ്പോൾ വാതിലിന്റെ മുമ്പിൽ ഏറ്റവും നിൽക്കുന്ന ആളെ എങ്ങനെയെങ്കിലും തള്ളി നീക്കി, അല്ലെങ്കിൽ കുറെ കള്ളത്തരം പറഞ്ഞ് അകത്ത് കയറി വേഗം പോയാൽ സമാധാനമായി. ബസ്സിൽ കയറുമ്പോൾ മറ്റുള്ളവർ തള്ളി നീക്കി ആദ്യം ചാടിക്കേറിയാൽ സന്തോഷമായി. ഇനി പള്ളിയിൽ പോയാൽ തന്നെ നല്ല സ്ഥാനം കിട്ടുവാൻ വേണ്ടി ഏറ്റവും വേഗത്തിൽ പള്ളിയിൽ വാതിലൂടെ ചാടിക്കേറി പള്ളിയുടെ മുമ്പിലൊക്കെ പോയി നിൽക്കുന്ന ആളുകളുണ്ട്. പള്ളിയുടെ മുമ്പിൽ നിൽക്കരുതെന്നല്ല പറയുന്നത്, അവിടെ നമ്മുടെ മനോഭാവമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബഹുമാനം നേടുവാൻ വേണ്ടി നമ്മൾ സ്വയം അപഹാസ്യരായിത്തീരുന്ന ജീവിതാവസ്ഥ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. അങ്ങനെ ചെയ്തതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് ദൈവം പറയുന്നു. ദൈവത്തിന്റെ കൃപയാണ്, അവന്റെ സ്നേഹമാണ്, അവന്റെ കരുണയാണ് നമ്മുടെ ജീവിതത്തിലെ ബഹുമാനത്തിന് ഏറ്റവും അർഹമായിപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ ബഹുമാനം ലഭിക്കാതെ ജീവിതത്തിൽ ഒത്തിരി നിരാശപ്പെട്ട് ഒത്തിരി അപകർഷതയോടെ ജീവിക്കുന്ന അനേക മക്കള് നമ്മുടെ ചുറ്റുപാടുമുണ്ടാകും. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമുക്ക് വേണ്ടിയും ബഹുമാനം ആർജിക്കാൻ കഴിയാത്തതിലൂടെ, പിന്തള്ളപ്പെട്ടതിലൂടെ, മുന്നിൽ മറ്റുള്ളവരെ തള്ളി നീക്കി കയറി അവകാശരായി തീർന്നതിലൂടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ മുറിവുകളും കർത്താവേ നീ ഉണക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കരമുയർത്തി നമുക്ക് സ്തുതിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഞങ്ങൾ ഏറ്റ എല്ലാ തരത്തിലുള്ള അപമാനത്തിനും കർത്താവേ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. മറ്റുള്ളവരെ തള്ളി നീക്കി ഏറ്റവും മുമ്പിലെത്തിയിട്ട് അപഹാസ്യരായി പിന്തിരിഞ്ഞു പോരേണ്ടി വന്ന ഞങ്ങളുടെ ജീവിതാവസ്ഥയിലൂടെ ഞങ്ങൾ അനുഭവിച്ച എല്ലാ നാണക്കേടുകളും, എല്ലാ തരത്തിലുള്ള അപമാനങ്ങളും കർത്താവേ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിലൂടെ ഞങ്ങൾ ഏറ്റെടുത്ത എല്ലാ അപമാനഭാരങ്ങളും യേശുവേ അങ്ങയുടെ കുരിശില് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് സഹിച്ചല്ലോ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. ഞങ്ങൾക്ക് ബഹുമാനം ലഭിക്കാതെ പോയ ഈ ലോകത്തിലെ എല്ലാ തലങ്ങളിലും അങ്ങയുടെ കാരുണ്യവും കൃപയും അങ്ങിനാൽ ബഹുമാനിക്കപ്പെടുവാൻ, അങ്ങയുടെ പിതാവിനാൽ ബഹുമാനിക്കപ്പെടുവാൻ കൃപയും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗായകരോട് ചേർന്ന് നമുക്ക് പാടാം. കുമ്പാറ ബേബിച്ചേട്ടൻ നമുക്ക് വേണ്ടി എഴുതിയ ഗാനത്തിന്റെ ഇരടികൾ ഈ നിമിഷം നമുക്ക് ഗായകരോട് ചേർന്ന് മനസ്സിൽ ആലപിക്കാം. കാരണം വരികൾ നിങ്ങൾക്കറിയില്ലല്ലോ, വരികൾ കേട്ട് മനസ്സിൽ പ്രാർത്ഥിക്കാം, പാടാം. ഏതു ബഹുമതിയും ഏതേതാദരവും ഏതു സൗഹൃദവും ഏതേതാനന്ദവും ഏതു ബഹുമതിയും ഏതേതാദരവും ഏതു സൗഹൃദവും ഏതേതാനന്ദവും നമുക്ക് നൽകും ദൈവം അവനോട് ചേർന്നു നിന്നാൽ. നമുക്ക് നൽകും ദൈവം അവനോട് ചേർന്നു
ബഹുമാനിതനാവണമെങ്കിൽ നീ ദൈവസ്വരം കേൾക്കാൻ കാത്തിരിക്കൂ. ബഹുമാനിതനാവണമെങ്കിൽ നീ ദൈവസ്വരം കേൾക്കാൻ കാത്തിരിക്കൂ. ഏതു ബഹുമതിയും ഏതേതാദരവും ഏതു സൗഹൃദവും ഏതേതാനന്ദവും പ്രഭുവും ന്യായാധിപനും ബഹുമാനിക്കപ്പെടുന്നു. എന്നാൽ അവരിലാരും ദൈവഭക്തനോളം ശ്രേഷ്ഠരല്ല. ദൈവഭക്തൻ എപ്പോഴും യജമാനന്റെ സ്വരം കേട്ട് ഉചിതമായി പ്രവർത്തിക്കും. പന്തിയിൽ പിന്തള്ളപ്പെട്ടു പോകാതെ എപ്പോഴും ദൈവത്തിന്റെ കൃപ, യജമാനന്റെ അനുഗ്രഹം പ്രാപിക്കാൻ അവൻ ശ്രദ്ധാപൂർവം ദൈവസ്വരം കേൾക്കും. അതുപോലെ നമുക്കും ദൈവസ്വരം കേൾക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പാടാം. ദൈവസ്വരം കേൾക്കാൻ കാത്തിരിക്കൂ. ബഹുമാനിതനാവണമെങ്കിൽ നീ ദൈവസ്വരം കേൾക്കാൻ കാത്തിരിക്കൂ. ഏതു ബഹുമതിയും ഏതേതാദരവും ഏതു സൗഹൃദവും ഏതേതാനന്ദവും. മാർക്കോസ് 9:35 പറയുന്നു, അവൻ ഇരുന്നിട്ട് 12 പേരെയും വിളിച്ചു പറഞ്ഞു, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാകണം. പലപ്പോഴും നമുക്ക് ഒന്നാം സ്ഥാനത്തെത്തണമെന്ന് ആഗ്രഹമാണ്. നല്ല വചനം ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ ഗാനത്തോട് ചേർന്ന് പാടുക. ഹൃദയം കൊണ്ട് മനസ്സിൽ പാടുക. ഒന്നാമനായി മാറിടുവാൻ ദാസനായി തീരൂ. ആ നിമിഷം നല്ല ദൈവം നിന്നെ ബഹുമാനിതനാക്കും. ഒന്നാമനായി മാറിടുവാൻ ദാസനായി തീരൂ. ആ നിമിഷം നല്ല ദൈവം നിന്നെ ബഹുമാനിതനാക്കും. ബഹുമാനിതനാവണമെങ്കിൽ നീ ദൈവസ്വരം കേൾക്കാൻ കാത്തിരിക്കൂ. ബഹുമാനിതനാവണമെങ്കിൽ നീ ദൈവസ്വരം കേൾക്കാൻ കാത്തിരിക്കൂ. ഏതു ബഹുമതിയും ഏതേതാദരവും ഏതു സൗഹൃദവും ഏതേതാനന്ദവും നമുക്കു നൽകും ദൈവം അവനോട് ചേർന്നു നിന്നാൽ. നമുക്കു നൽകും ദൈവം അവനോട് ചേർന്നു നിന്നാൽ. ബഹുമാനിതനാവണമെങ്കിൽ നീ ദൈവസ്വരം കേൾക്കാൻ കാത്തിരിക്കൂ. 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 കർത്താവായ യേശുവേ, അങ്ങയെ ബഹുമാനിക്കുവാൻ ഞങ്ങൾ തയ്യാറാകുമ്പോൾ ഞങ്ങൾക്കും അവിടുന്ന് ബഹുമാനം നൽകുമല്ലോ. ഈ ലോകത്തിൽ പരസ്പരം സ്നേഹിച്ചും പരസ്പരം പങ്കുവെച്ചും ജീവിക്കുവാൻ വേണ്ടി അങ്ങ് ഞങ്ങളെ വിളിച്ച് സ്വന്തമാക്കി. ഈശോയെ, ഇന്ന് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലായിരിക്കുന്ന സകല മക്കളും
അവിടുത്തെ സാക്ഷികളായി ലോകം മുഴുവനിലും പ്രവർത്തിക്കുവാൻ, പ്രത്യേകിച്ച് മഹാജൂബിലി വർഷത്തിലേക്ക് 2033 ആകുമ്പോൾ യേശുവിൻ്റെ മരണത്തിൻ്റെ 2000 വർഷം പൂർത്തിയാകുന്ന ആ കാലഘട്ടത്തിലേക്ക് സഭ അടുത്തു വരുമ്പോൾ എല്ലാ മക്കളും ദൈവത്തിൻ്റെ സമാധാനത്താൽ നിറയുന്നതിന് ലോകത്തിലെ ഓരോ ഹൃദയങ്ങളിലും ദൈവത്തിൻ്റെ സ്നേഹം നിറച്ചു വെച്ച് പരസ്പരം സ്നേഹിക്കുന്ന ഒരു സമൂഹം ലോകത്തിൽ വളരുന്നതിന് ഞങ്ങളുടെ ഉള്ളിൽ ഒന്നാമതായ സമാധാനം ഞങ്ങൾ അനുഭവിച്ച് പിതാവായ ദൈവത്തെ ബഹുമാനിക്കുന്ന ദൈവജനമായി ഞങ്ങൾ ഓരോരുത്തരും മാറുന്നതിന് അവിടുന്ന് ഈ എഫാത്ത കൂട്ടായ്മയിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഈ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോയെ, ഇന്ന് അഭിഷിക്തരാകുന്ന അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെടുന്ന നിന്റെ മക്കൾ അവിടുത്തെ സ്വന്തമായി തീർന്ന് ലോകത്തില് ഞങ്ങൾ ജീവിക്കുന്ന സമൂഹത്തില് അവിടുത്തെ സാക്ഷികളാകുവാൻ, അവിടുത്തെ സ്നേഹത്തിന്റെ പ്രചാരകരാകുവാൻ അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്ത് ശക്തീകരിക്കണമേ. കർത്താവായ യേശുവേ, ആത്മാവിനെ സമൃദ്ധമായി നൽകുന്ന കർത്താവേ, അവിടുത്തെ ശക്തിയുടെ അഭിഷേകത്താൽ ഈ മക്കൾ ഓരോരുത്തരും സാത്താന്റെ എല്ലാ ശക്തികളിൽ നിന്നും വിമോചിതരായി അവിടുത്തെ കൃപയ്ക്കൊത്തവണ്ണം ഈ ലോകത്തിൽ അവരുടെ കുടുംബത്തിൽ ജീവിതത്തില് സാക്ഷികളായി മാറട്ടെ. പിതാവായ ദൈവത്തിന്റെയും അവിടുത്തെ പുത്രനായ യേശു മിശിഹായുടെയും പരിശുദ്ധാത്മാവിന്റെയും ധന്യമായ നാമത്തില് മുദ്രയിടപ്പെടുന്ന ഈ മക്കള് എന്നെന്നും അവിടുത്തെ സ്വന്തമായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, സ്തുതിച്ചുവേ ദൈവമേ, സ്തുതിച്ചുവേ ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാത്മാവിന്റെ അതിശക്തമായ പ്രവർത്തനം നമ്മുടെ ജീവിതത്തില് ഉടനീളം ലഭിക്കുവാൻ കർത്താവിന്റെ മുമ്പില് ഈ നിമിഷം അനുദപിച്ച് പ്രാർത്ഥിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള നീരസമോ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ മനസ്സിലുണ്ടെങ്കിൽ പൂർണ്ണമായും യേശുവിനെ സമർപ്പിച്ച് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക. അനുഗ്രഹത്തിന്റെ നിമിഷമാണ്. ബന്ധനങ്ങള് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുന്ന നിമിഷമാണ്. സൗഖ്യം നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന നിമിഷങ്ങളാണ്. പ്രയാസങ്ങള്, നൊമ്പരങ്ങള്, അപമാനിക്കപ്പെട്ട അവസ്ഥകള്, അഭിമാനത്തിന് വേണ്ടി ഒത്തിരിയധികം പ്രയത്നിച്ചിട്ടും ലഭിക്കാത്ത അവസ്ഥകള് ദൈവം ഇന്ന് നമ്മുടെ ജീവിതത്തില് അവിടുത്തെ വലിയ കൃപകൾ തിരയും. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. കരമുയർത്തി, രണ്ട് കരമുയർത്തി, മനസ്സുയർത്തി അവനെ വിളിച്ചപേക്ഷിക്കുക. അവനെ വിളിച്ചവരാരും നിരാശയോടെ പോയിട്ടില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അവനെ വിളിച്ചപേക്ഷിച്ച ഒരുവൻ പോലും ലജ്ജിതനായി മടങ്ങിയിട്ടില്ല. ഹല്ലേലൂയ. യേശുവിന്റെ നാമം, അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേലും അനുഗ്രഹം അവിടുന്ന് വർഷിക്കും. വിളിക്കുക. എന്റെ രക്ഷകനായ യേശുവേ, സ്വരമുയർത്തി യേശുവേ, യേശുവേ. ഹല്ലേലൂയ. അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും വിളിക്കുക. യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ. യേശുവിനെ വിളിക്കുക. മറ്റാരിലും രക്ഷയില്ല. യേശുവിൽ മാത്രമാണ്. അവന്റെ നാമമാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ പിതാവ് നൽകിയിരിക്കുന്നത്. യേശുവിനെ വിളിക്കുക. മരുന്നിലോ ബുദ്ധിയിലോ ശാസ്ത്രത്തിലോ അല്ല രക്ഷ. രക്ഷകനായ യേശുവിലാണ്. നിന്റെ കുടുംബ പ്രശ്നം മാറണമെങ്കിൽ, നിന്റെ രോഗം മാറണമെങ്കിൽ, നിന്റെ പ്രയാസങ്ങള്, നിന്റെ ദാരിദ്ര്യം, കഷ്ടപ്പാടുകള്, കുടുംബത്തിലെ കലഹങ്ങള് മാറണമെങ്കിൽ അവന്റെ നാമത്തിൽ മാത്രമേ നിനക്ക് രക്ഷയുള്ളൂ. വിളിച്ചപേക്ഷിക്കുക. അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുക. യേശുവേ.
നിന്നെ അനുഗ്രഹിക്കുന്നോരെ ഞാനും അനുഗ്രഹിക്കും, നിന്നെ ബലപ്പെടുത്തുന്നോരെ ഞാനും ബലപ്പെടുത്തും. നിന്നെ അനുഗ്രഹിക്കുന്നോരെ ഞാനും അനുഗ്രഹിക്കും, നിന്നെ ബലപ്പെടുത്തുന്നോരെ ഞാനും ബലപ്പെടുത്തും. എന്നിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിച്ച നിന്നിലൂടെ ഒരു ജനതയെ മുഴുവൻ ഞാൻ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഇനി നീ ദേശത്തിന്റെ അനുഗ്രഹമാകും, കരമടിച്ച് സന്തോഷത്തോടെ ഈ ദേശത്തിന്റെ അധിപതിയാകും. തളർച്ച വിട്ടുമാറാൻ, ഈ ദേശത്തിന്റെ അനുഗ്രഹമാകും, ദുഃഖം വിട്ടുമാറാൻ, അങ്ങനെ ഈ ദേശത്തിന്റെ അധിപതിയാകും. എല്ലാ നാണക്കേടും മാറിപ്പോകാൻ, എല്ലാ തകർച്ചയും വിട്ടുപോകാൻ, സമൂഹത്തിലും ഭവനത്തിലുമുള്ള എല്ലാ തരത്തിലുള്ള നിന്ദനവും മാറിപ്പോകാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. മറ്റുള്ളവരെ നീ അനുഗ്രഹിച്ചാൽ നീ അനുഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും ദൈവം അനുഗ്രഹിക്കും. അബ്രാഹത്തിൻ ദൈവം ഞാനാണെന്നെന്നും അബ്രാഹത്തിനു നൽകിയതെല്ലാം നിനക്കുമേകും. ഓർത്തു പാടുക. അബ്രാഹത്തിൻ ദൈവം ഞാനാണെന്നെന്നും അബ്രാഹത്തിനു നൽകിയതെല്ലാം നിനക്കുമേകും. ഇസ്രായേലീ ദേശം ഞാൻ നിനക്കു നൽകും, ഭൂമത്തെ നീ എന്നും അനുഗ്രഹമാകും. ഇസ്രായേലേ ദേശം ഞാൻ നിനക്കു നൽകും, ഭൂമത്തെ നീ എന്നും അനുഗ്രഹമാകും. എന്നിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിച്ച നിന്നിലൂടെ ഒരു ജനതയെ മുഴുവൻ ഞാൻ അനുഗ്രഹിക്കും. അങ്ങനെ നീ ദേശത്തിന്റെ അനുഗ്രഹമാകും, അങ്ങനെ നീ ദേശത്തിന്റെ അധിപതിയാകും. അങ്ങനെ നീ ദേശത്തിന്റെ അനുഗ്രഹമാകും, അങ്ങനെ നീ ദേശത്തിന്റെ അധിപതിയാകും. നിന്റെ പദ്ധതികളും സ്വപ്നങ്ങളും ദൈവത്തോട് പങ്കുവയ്ക്കുക. മനുഷ്യരോട് പങ്കുവെച്ചാൽ അവർ ഒരുപക്ഷെ നിന്നെ പരിഹസിക്കും, കളിയാക്കും. നിന്റെ സ്വന്തം ഭവനത്തിലുള്ളവർ പോലും മൂക്കത്ത് വിരൽ വെച്ച് ചിന്തിക്കും, ഇത് നിങ്ങൾക്ക് സാധിക്കുമോ എന്ന്. എന്നാൽ നിന്റെ കർത്താവിനോട് നിന്റെ പദ്ധതികൾ പങ്കുവെച്ചാൽ അത് നിനക്കവൻ സാധിച്ചു തരും. വിശ്വസിച്ച് അവനോട് പങ്കുവെക്കുക. ആകാശത്തിൽ മഞ്ഞും ഭൂതല സൃഷ്ടികളും സമ്പന്നമാക്കും, നിന്നെ സമ്പന്നമാക്കും. ആകാശത്തിൻ മഞ്ഞും ഭൂതല സൃഷ്ടികളും സമ്പന്നമാക്കും, നിന്നെ സമ്പന്നമാക്കും. വിശ്വസിക്കുക. ധാന്യങ്ങളും മുന്തിരിച്ചാറും നിന്റെ കളപ്പുരയിൽ നിറച്ചു നൽകും സമൃദ്ധമായി ഞാൻ. ധാന്യങ്ങളും മുന്തിരിച്ചാറും നിന്റെ കളപ്പുരയിൽ നിറച്ചു നൽകും സമൃദ്ധമായി ഞാൻ. എന്നിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിച്ച നിന്നിലൂടെ ഒരു ജനതയെ മുഴുവൻ ഞാൻ അനുഗ്രഹിക്കും. അങ്ങനെ നീ ദേശത്തിന്റെ അനുഗ്രഹമാകും, അങ്ങനെ നീ ദേശത്തിന്റെ അധിപതിയാകും. അങ്ങനെ നീ ദേശത്തിന്റെ അനുഗ്രഹമാകും, അങ്ങനെ നീ ദേശത്തിന്റെ അധിപതിയാകും. നീ ദേശത്തിന്റെ അനുഗ്രഹമാകും, നീ ദേശത്തിന്റെ അധിപതിയാകും. നീ ദേശത്തിന്റെ അനുഗ്രഹമാകും, നീ ദേശത്തിന്റെ അധിപതിയാകും. എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് പൗലോസ് ശ്ലീഹ പറഞ്ഞു. അപ്പോൾ നമ്മളെ ശക്തനാക്കുന്നവൻ നമ്മുടെ അയൽവാസിയല്ല, നമ്മുടെ സുഹൃത്തല്ല, നമ്മുടെ കർത്താവായ ദൈവമാണ് നമ്മളെ ശക്തനാക്കുന്നവൻ. അവനോട് ചേർന്ന് നമ്മുടെ പദ്ധതികളും നമ്മുടെ സ്വപ്നങ്ങളും സമർപ്പിക്കുമ്പോൾ അതെല്ലാം നമുക്ക് സാധ്യമാക്കി തരും. നിന്റെ ചുറ്റുപാടുമുള്ളവരെ നിന്നെ പരിഹസിച്ചേക്കാം, നിന്റെ കുടുംബത്തിലുള്ളവരെ നിന്നെ കളിയാക്കിയേക്കാം. എന്നാൽ നിന്നെ ശക്തനാക്കാൻ കഴിയുന്ന ദൈവത്തോട് ചേർന്ന് നിന്റെ പദ്ധതികളും നിന്റെ ആഗ്രഹങ്ങളും നിന്റെ പ്രാർത്ഥനകളും സമർപ്പിച്ചാൽ അത് നിനക്ക് സാധ്യമാക്കി തരും. എല്ലാം സാധ്യമാക്കി തരുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ പദ്ധതികളെയും എല്ലാ പ്ലാനുകളെയും എല്ലാ സ്വപ്നങ്ങളെയും എല്ലാ ആഗ്രഹങ്ങളെയും കൊടുത്തുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ മഹത്വം, കർത്താവേ നന്ദി. ഹല്ലേലൂയ, യേശുവേ നന്ദി. ദൈവമേ ഇന്നിവിടെ കൂടിയിരിക്കുന്ന
കരങ്ങൾ ഉയർത്തി നിന്നെ സ്തുതിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളുടെ മനസ്സിലുള്ള എല്ലാ പദ്ധതികളും, എല്ലാ സ്വപ്നങ്ങളും, എല്ലാ അപേക്ഷകളും, എല്ലാ യാചനകളും നിന്റെ തിരുസന്നിധിയിലേക്ക് ഇവിടെ നിന്നും ഞങ്ങൾ ഉയർത്തുന്നു. കർത്താവേ, നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന, നിന്നെ തേടുന്ന ആരെയും നീ ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. കർത്താവേ, കരുണയാകണമേ. നിന്റെ മുമ്പിൽ നിലവിളിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട ഈ മക്കളോട് കരുണ തോന്നണമേ. ഇവരുടെ ജീവിതത്തിന്റെ നിരവധിയായ ആവശ്യങ്ങളിലേക്ക് നിന്റെ കൃപയും നിന്റെ അനുഗ്രഹവും സമൃദ്ധമായി ഒഴുക്കണമേ. എല്ലാ രോഗങ്ങളും സുഖപ്പെടട്ടെ. വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട എല്ലാ രോഗങ്ങളും യേശുവേ നിന്റെ അത്ഭുതകരമായ ശക്തമായ നാമത്താല് സുഖം പ്രാപിക്കട്ടെ. എല്ലാ തകർച്ചകളും, ജീവിത തകർച്ചകളും വിട്ടുപോകട്ടെ. അപകാശമായി തീർന്ന സമൂഹത്തിന്റെ മുമ്പിൽ അപകാശരായി തീർന്ന എല്ലാ മക്കളും കർത്താവേ നിന്റെ നാമത്തില് അപമാനത്തിൽ രക്ഷ പ്രാപിക്കട്ടെ. അപമാനത്തിൽ നിന്നും മോചനം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുതിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ സൗഖ്യം, കർത്താവിന്റെ സൗഖ്യം അതിന് നിങ്ങൾക്ക് സ്വന്തമാണ്. അത് സൗജന്യമാണ്. എല്ലാ സൗഖ്യവും സ്വന്തമാണ്. നിങ്ങളെ തടസ്സപ്പെടുന്ന എല്ലാ ചിന്തകളും യേശുവിന് സമർപ്പിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമടിച്ച് സന്തോഷത്തോടെ മഹത്വവും തേജസ്സും എന്നും അവിടുത്തെ തിരുസന്നിധിയിലുണ്ട്. വിശ്വസിച്ചുകൊണ്ട് മഹത്വവും തേജസ്സും എന്നും അവിടുത്തെ തിരുസന്നിധിയിലുണ്ട്. അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലല്ലോ ബലവും സൗന്ദര്യവും. ആഗ്രഹിക്കാം അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലല്ലോ ബലവും സൗന്ദര്യവും. മഹത്വവും തേജസ്സും എന്നും അവിടുത്തെ തിരുസന്നിധിയിലുണ്ട്. നിൽക്കുന്നത് അനങ്ങിക്കൊണ്ട് അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലല്ലോ ബലവും സൗന്ദര്യവും. മാറ്റമുണ്ടായാൽ മാത്രമേ മറ്റൊരു സ്ഥലത്ത് വേറെ സ്ഥലത്തേക്ക് പോകാൻ പറ്റുകയുള്ളൂ. നമ്മൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ ചലിച്ചുകൊണ്ട് ഒരു കാലം വേറൊരു കാലം മാറ്റി വെച്ചുകൊണ്ട് സന്തോഷത്തോടെ അവനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ജനരാശികളെ കരഘോഷത്താൽ ആർത്തു വിളിച്ചിടുവിൻ. ഒന്ന് അനങ്ങി പ്രാർത്ഥിച്ചേ. ജനരാശികളെ കരഘോഷത്താൽ ആർത്തു വിളിച്ചിടുവിൻ. അവൻ നൽകുന്ന സൗഖ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ശക്തിയും എന്നുമേ ഉദ്ഘോഷിച്ചിടുവിൻ. ഒന്ന് ചലിച്ച് പ്രാർത്ഥിച്ചേ. മഹത്വവും ശക്തിയുമെന്നുമേ ഉദ്ഘോഷിച്ചിടുവിൻ. ലോകത്തിന്റെ ഭാര്യ ഉപ്പുമായി ഇളകി പ്രാർത്ഥിച്ചേ. ശക്തിയായ ഇളകി തിരയടി പോലെ സ്തുതികളുയർത്തിടുവിൻ. ഉപ്പുതൂണാകാതെ തിരുമല പോലെ തിരയടി പോലെ സ്തുതികളുയർത്തിടുവിൻ. ഒന്നുകൂടി അറിയിക്കേ. മഹത്വവും തേജസ്സും എന്നും അവിടുത്തെ തിരുസന്നിധിയിലുണ്ട്. അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലല്ലോ ബലവും സൗന്ദര്യവും. മഹത്വവും തേജസ്സും അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലല്ലോ ബലവും സൗന്ദര്യവും. സന്തോഷത്തോടെ ആനന്ദത്തോടെ ആത്മാവിൽ ജ്വലിച്ച് അവനെ കണ്ടാലെന്ന പോലെ, അവന്റെ സന്തോഷം ലഭിച്ചാലെന്ന പോലെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം, ഇളകി പ്രാർത്ഥിക്കാം. ഉപ്പുതൂണാകാതെ മരവിച്ചു പോയ മനസ്സിന്റെ ഉടമയാകാതെ തിരുസന്നിധിയിങ്കൽ ആരവമായിടുവിൻ. ഹല്ലേലൂയ. തിരുസന്നിധിയിങ്കൽ ആരവമായിടുവിൻ. ഹല്ലേലൂയ. ആയിരമായിരം നാവുകളാൽ സ്തുതിഗീതമുതിർത്തിടുവിൻ. സൗഖ്യം. ഹല്ലേലൂയ. ആയിരം നാവുകളാൽ സ്തുതിഗീതമുതിർത്തിടുവിൻ. സന്തോഷത്തോടെ നാദം പോലെ ഹല്ലേലൂയ.
പോലെ ഇടിനാദം പോലെ മലവെള്ളം പോലെ പെരുമഴ പോലെ തിരയടി പോലെ സ്തുതികളുയർത്തിടുവിൻ. എങ്ങനെയാണ് പെരുമഴ പോലെ തിരയടി പോലെ സ്തുതികളുയർത്തിടുവിൻ. എങ്ങനെയാണ് മഹത്വവും തേജസ്സുമെന്നും അവിടുത്തെ തിരുസന്നിധിയിലുണ്ട്. അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലല്ലോ ബലവും സൗന്ദര്യവും. അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലല്ലോ ബലവും സൗന്ദര്യവും. മഹത്വവും തേജസ്സുമെന്നും അവിടുത്തെ തിരുസന്നിധിയിലുണ്ട്. അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലല്ലോ ബലവും സൗന്ദര്യവും. അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലല്ലോ ബലവും സൗന്ദര്യവും. ബലവും സൗന്ദര്യവും. ബലവും സൗന്ദര്യവും. ബലവും സൗന്ദര്യവും.